ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൊക്ബി മലയാളം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ പർമാർ ടെസ്റ്റ് സീരീസ് 10ാമത്തെ ടെസ്റ്റിലെ മാത്സിൻ്റെ സൊല്യൂഷൻസ് ആണ്. CGL മെയിൻസിന് വേണ്ടി നടത്തിയ എക്സാം ആയിരുന്നു. അതിലെ ലാസ്റ്റ് മോക്കാണ് ഈ 10ാമത്തെ മോക്ക് എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് ഞാൻ പറ്റുന്ന പോലെ സൊല്യൂഷൻസ് ഞാൻ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണ്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ചാനലിലെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇത് ലാസ്റ്റ് മോക്കാണ്. അപ്പം CGL മെയിൻസ് ഇപ്പോൾ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഈ ടെസ്റ്റ് നമുക്കിപ്പോൾ ഇതിലുള്ള സൊല്യൂഷൻസ് ആണെങ്കിൽ നമുക്കിനി വരുന്ന CHSL മെയിൻസിനാണെങ്കിലും MTS എക്സാമിനാണെങ്കിലും ആ മാത്സ് വരുന്നതിനൊക്കെ നമുക്കിത് യൂസ്ഫുൾ തന്നെ ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി CHSL മെയിൻസിൻ്റെ ലൈവ് മോക്കുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ സൊല്യൂഷൻസ് ഇതുപോലെ റെഗുലറായിട്ട് വീഡിയോ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. 15 ക്വസ്റ്റ്യനായിരിക്കും ഇന്ന് നോക്കുന്നുണ്ടാവുക. ഫസ്റ്റത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക എല്ലാവരും. ഇഫ് ദ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ റോസ് ബൈ 25% എവറി ഓഡ് ഇയർ ആൻഡ് ഫെൽ ബൈ 20% എവറി ഈവൺ ഇയർ, ദെൻ വാട്ട് വുഡ് ബി ദ പെർസെൻറ്റേജ് ചേഞ്ച് ആഫ്റ്റർ 1900 വർഷം. അതായത് ഓരോ ഒറ്റ വർഷം 1, 3, 5, 7, 9 അങ്ങനെ ഒറ്റ വർഷങ്ങളിൽ 25 പൈസ കൂടും, 25% കൂടും. ഈവൺ വർഷങ്ങൾ, അതായത് 2ാമത്തെ വർഷം, 4ാമത്തെ വർഷം, 6ാമത്തെ വർഷം, ആ വർഷങ്ങളിലേക്ക് 20% പൈസ കുറയും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ആദ്യത്തെ 1, 2, 3, 4, 5, 6 ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരുവാണ്, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഒന്നാമത്തെ വർഷം എന്ത് ചെയ്യും? 25% പൈസ കൂടും. 2ാമത്തെ വർഷം എന്ത് ചെയ്യും? 20% കുറയും. അടുത്ത വർഷം ഓഡ് വർഷമാണ് അല്ലേ, 3ാമത്തെ വർഷം 25 എഗെയിൻ കൂടും. അടുത്ത വർഷം 20 കുറയും. അടുത്തവിടെ എഗെയിൻ കൂടും. നോക്കടാ, അടുത്തത് എന്ത് ചെയ്യും? 20 കുറയും. അപ്പോൾ നോക്കിക്കേ, ഒരു 2 വർഷത്തിൻ്റെ സൈക്കിളായിട്ട് എനിക്കിതിനെ തരംതിരിക്കാൻ പറ്റും അല്ലേ. 2 വർഷത്തിൻ്റെ സെറ്റിൽ ആദ്യം 25 കൂടി 20 കുറഞ്ഞു, 25 കൂടി 20 കുറഞ്ഞു. അപ്പോൾ അങ്ങനെ 1900 എന്ന് പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് 2, 2, 2 ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാം? സൈക്കിളാക്കി തിരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു 2 വർഷത്തിൽ വരുന്ന ചേഞ്ച് എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് 1900 വർഷത്തിൽ വരുന്ന ചേഞ്ച് ഈസി ആയിട്ട് പറയാൻ പറ്റും. സോ 2 വർഷം കഴിയുമ്പോൾ എന്ത് ചേഞ്ച് ആവും? ഒന്ന് ജസ്റ്റ് ചുമ്മാ നോക്കിക്കേ. ഇപ്പം 100 അതിൻ്റെ ആ പ്രൈസ് എന്ന് വിചാരിക്കുക. 100 ആ സാധനത്തിൻ്റെ വില. അപ്പോൾ 100 അല്ലെങ്കിൽ ഇങ്ങനെ 100 എടുത്ത് ചെയ്യേണ്ട, നിങ്ങൾ ഇത് ചെയ്താൽ മതി. എന്ത് എഫക്റ്റീവ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാലോ. അതായത് x+y + xy / 100 ഇതിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം 25 കൂടുകയാണ് ചെയ്യണേ. രണ്ടാമത്തതോ 20 കുറയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? -20 എന്നിട്ട് കൊടുക്കും. പിന്നെയോ +xy എന്ന് പറയുമ്പോൾ 25 ഇൻറ്റു ഇവിടെ കുറയല്ലേ, അപ്പോൾ -20 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ എന്തെന്ന് വരും? 25 20 പോയി കഴിഞ്ഞാൽ 5, ഇത് 4 തവണ പോയി, ഇത് 5 തവണ പോയി, -5 എന്ന് വന്നു. 5 - 5 0. അതായത് 2 വർഷം കഴിയുമ്പോൾ അവിടെ പൈസയ്ക്ക് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. 0 ചേഞ്ചാണ് നെറ്റ് ചേഞ്ച് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 1900 വർഷം കഴിയുമ്പോഴും അങ്ങനെ 2, 2, 2 അങ്ങനെ കുറേ 2കൾ കൂടുന്നതല്ലേ 1900 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് തന്നെയായിരിക്കും? ചേഞ്ച് ഒന്നും വരുന്നുണ്ടാവില്ല. ഓപ്ഷൻ സി നോ ചേഞ്ച് ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. സുലേഖ ബോട്ട് 36 കിലോ ഷുഗർ മേടിച്ചു, 1040 രൂപ കയ്യിലായി. ഇനി എന്ത് ചെയ്തു? കുറച്ച് പ്രോഫിറ്റിൽ, ലാഭത്തിൽ സാധനങ്ങൾ മേടിച്ച് നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ കുറച്ച് ലാഭമൊക്കെ വേണ്ടേ. അപ്പോൾ ഏത് ലാഭത്തിൽ വിറ്റു? വിറ്റപ്പോൾ കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 10 കിലോയുടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണോ അത്രയും ലാഭം കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 കിലോയുടെ സെല്ലിംഗ് പ്രൈസ് ആണ് എന്നോട് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ 36 കിലോയാണ് ഞാൻ മേടിച്ചത്. 36 കിലോയുടെ CP, ഇത് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് എന്ന് വിചാരിക്കുക. 36 കിലോ മേടിച്ചപ്പം അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയായിട്ടുണ്ടാവും? 36 CP. 36 കിലോയുടെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 36 SP. ഇവരുടെ ഡിഫറൻസ് ആണ് എന്ത്? 36 കിലോ സാധനം വിറ്റപ്പോൾ SP - CP ആയിരിക്കും അവരുടെ ലാഭം അല്ലേ. സെല്ലിംഗ് പ്രൈസിന് കോസ്റ്റ് പ്രൈസ് കുറച്ച് നമുക്ക് ലാഭം കിട്ടും. ആ ലാഭം എത്രയെന്നാണ് പറഞ്ഞത്? 10 കിലോയുടെ സെല്ലിംഗ് പ്രൈസിനോട് തുല്യം. 10 കിലോയുടെ സെല്ലിംഗ് പ്രൈസിനോട് തുല്യം. ഇതൊന്ന് റീഅറേഞ്ച്, SP ഒരുമിച്ച് CP ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SP / CPയുടെ റേഷ്യോ കിട്ടും അല്ലേ. എത്രയെന്ന് വരും? SP / CP = എത്രയെന്ന് വരും? 36 ഇത് 26 എന്ന് വരും. 18/2 വെച്ച് ക്യാൻസലാക്കുമ്പോൾ 18 ഡിവൈഡഡ് ബൈ 13 എന്ന് എനിക്ക് റേഷ്യോ കിട്ടി. SP / CPയുടെ റേഷ്യോ 18/13 ആണെന്ന് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ SP = ഇങ്ങനെ എഴുതിക്കൂടെ എനിക്ക്? SP = 18 ഡിവൈഡഡ് ബൈ 13 ഇൻറ്റു CP എന്ന് എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പോൾ SP = 18/13. CP എനിക്ക് എത്രയായത്? കോസ്റ്റ് പ്രൈസ് ടോട്ടൽ 1040 രൂപയായിട്ടുണ്ട്. അപ്പോൾ CPയുടെ അവിടെ ഞാൻ 1040 എന്ന് എഴുതുന്നു. ഈ 1040 എത്ര കിലോൻ്റെ കോസ്റ്റ് പ്രൈസാണ്? 36 കിലോൻ്റെ കോസ്റ്റ് പ്രൈസാണ്. അതിനാണെങ്കിൽ 1 കിലോയുടെ എന്തായിരിക്കും? 36ൻ്റെ ആണല്ലോ 1040. അപ്പോൾ 1 കിലോയുടെ കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ 36 ചെയ്താൽ മതി. ഒരെണ്ണത്തിൻ്റെ കിട്ടി. ഇപ്പോൾ ഇങ്ങനെ ഞാൻ എഴുതി.
ഇപ്പോൾ ഇത് അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 1 കിലോയുടെ സെല്ലിംഗ് പ്രൈസ് ആണ് ഇപ്പോൾ എഴുതി വെച്ചേക്കണേ. 1 കിലോയുടെ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കണേ. 1040 36 കിലോൻ്റെ ആയിരുന്നു. ഡിവൈഡഡ് ബൈ 36 ചെയ്തപ്പോൾ 1 കിലോയുടെ സെല്ലിംഗ് പ്രൈസ് ആണ് എഴുതി വെച്ചേക്കണേ. എനിക്ക് വേണ്ടത് 5 കിലോയുടെ സെല്ലിംഗ് പ്രൈസാണ്. അപ്പോൾ ഇൻറ്റു 5 ചെയ്താൽ മതി. 13 80 18 2 40 40 ഇൻറ്റു 5 എത്ര വന്നു? 200. അപ്പോൾ 5 കിലോയുടെ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? 200 രൂപ. എളുപ്പമല്ലേ? അടുത്ത ദിവസം നോക്കിക്കേ, മൂന്നാമത്തെ ദിവസം എല്ലാവരും വായിച്ചു നോക്കുക. മിസ്റ്റർ മിറിന്ദ went out to buy some fruits. After bargaining for a long time, the fruit vendor offered various discounts. Which of the following is the best offer for Mr. Mirinda? അപ്പോൾ അത്രേ ഉള്ളൂ. ഒരാൾ ഫ്രൂട്ട്സ് മേടിക്കാൻ പോയി. അപ്പോൾ അവിടെ പോയിട്ട് കടക്കാരനോട് ഒരേ ബാർഗെയിനിങ് ചെയ്തു. ബാർഗെയിൻ ചെയ്തിട്ട് അങ്ങനെ കുറേ തർക്കിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 4 ഓഫർ തരും, ഇഷ്ടമുള്ള ഓഫർ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഓഫറിൽ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ 30% ഡിസ്കൗണ്ട് തരാം. രണ്ടാമത്തേൽ പറഞ്ഞു എന്ത്, ഒരു ഡസൻ മേടിക്കുവാണെങ്കിൽ 4 ഫ്രൂട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ തരാം. പിന്നെ പറഞ്ഞു ഞാൻ ആദ്യം ഒരു 15% ഡിസ്കൗണ്ട് തരാം, എന്നിട്ട് നിങ്ങൾ 12 ഡസൻ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ 2 ഫ്രൂട്ട് എക്സ്ട്രാ തരുകയും ചെയ്യാം. അടുത്തതിൽ പറഞ്ഞു 1 ഡസൻ സാധനം മേടിക്കുവാണെങ്കിൽ 10% ഡിസ്കൗണ്ടും തരാം, 3 എണ്ണം ഫ്രീയും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏതാണ് മിറിണ്ടയ്ക്ക് നല്ലത്? മിറിണ്ട എന്ന് പറഞ്ഞാൽ വാങ്ങാൻ പോയ ആൾക്ക് നല്ലത്. വാങ്ങാൻ പോണ നമ്മളെ സംബന്ധിച്ച് ഏതാ നല്ലത്? ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കിട്ടണം. നമുക്ക് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഏറ്റവും മാക്സിമം വാല്യൂ ഏതാന്ന് നോക്കണം. അപ്പോൾ ഇതിൽ സ്ട്രൈറ്റ് കട്ടായിട്ട് പറഞ്ഞു 30 തരാമെന്ന്. രണ്ടാമത്തിൽ എത്രയായിരിക്കും ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്? 4 എണ്ണം 12 എണ്ണം മേടിക്കുമ്പോൾ 4 എണ്ണം ഫ്രീ. അപ്പോൾ ഈ ഫ്രീ എന്നൊക്കെ പറയുമ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? എന്താണോ ഈ ഫ്രീ തരുന്നത് അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഫ്രീ കിട്ടണതും വാങ്ങിയതും എല്ലാം കൂടെ ഇൻറ്റു 100 ചെയ്താൽ മതി. അതായത് സെക്കൻഡ് കേസിൽ ഞാൻ ചെയ്യുമ്പം 4 എണ്ണമാണ് ഫ്രീ കിട്ടുന്നത്. എത്രയിൽ? ഡസൻ എന്ന് പറയുമ്പോൾ 12 എണ്ണം ഉണ്ട്. 12 എണ്ണം വാങ്ങുമ്പോൾ 4 ഫ്രീ എന്ന് പറയുമ്പോൾ അവിടെ ടോട്ടൽ എത്ര എണ്ണമായി? 12 4 16 ഫ്രൂട്ട് ഉണ്ട്. ഇൻറ്റു 100 എന്ന് പറയുമ്പം 4 അഥവാ 25%. അപ്പോൾ രണ്ടാമത്തെ കേസിൽ എനിക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 25%. ഓക്കെ. ഇനി മൂന്നാമത്തെ കേസിൽ ഗെറ്റിംഗ് 2 ഫ്രൂട്ട്സ് ഫ്രീ ഫോർ ഡസൻ ആൻഡ് 15% ഡിസ്കൗണ്ട്. ഒരു 15% എന്തായാലും എനിക്ക് തരുന്നുണ്ട്. പിന്നെ എന്ത് തരുന്നുണ്ട്? ഒരു ഡസൻ മേടിക്കുമ്പം 2 ഫ്രൂട്ടും കിട്ടുന്നുണ്ട്. അതായത് ആദ്യം ഞാനൊരു 15% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ ഒരു സാധനത്തിൻ്റെ വില 100x ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 100 യൂണിറ്റ് ആണെന്ന് വിചാരിക്കും. ആദ്യം 15 ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറയുമ്പം 85 മാറിയിട്ടുണ്ടാവും. ഒരെണ്ണത്തിൻ്റെയാണ് ഞാൻ ഈ പറയണത്. ഒരെണ്ണത്തിൻ്റെ വിലയാണ് 100x എങ്കിൽ അത് 15 ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ 85 മാറിയിട്ടുണ്ടാവും അതിൻ്റെ വില. അങ്ങനെ ഒരു ഡസൻ ഞാൻ മേടിക്കണം. അപ്പോൾ ഒരു ഡസൻ മേടിക്കുമ്പോൾ ടോട്ടൽ എത്ര രൂപയായി? ഇൻറ്റു 12 ഇത്രയും രൂപയായി. ഇനി ഇതാണ് എനിക്ക് വാങ്ങുന്ന ഞാൻ സാധനം. അടിയിൽ എന്ത് എഴുതണം നമ്മൾ? ടോട്ടൽ എത്ര ഫ്രൂട്ട് ഉണ്ട് എന്നുള്ളത് എഴുതണം. എത്രയുണ്ട്? 12ഉം 2ഉം 14. ഫ്രീ കൊടുക്കണതും ഉൾപ്പെടെ 14 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് എത്രയെന്ന് വരും? 6 7 6 30 510 ഡിവൈഡഡ് ബൈ 7. അഥവാ ചെയ്യുമ്പോൾ എനിക്ക് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ മതി. എത്രയെന്ന് വരും? 72.8 വരും ഇല്ലേ? അതായത് 100 ആയിരുന്നുവെങ്കിൽ 72.8 ഞാൻ വിറ്റു. ഇത് സെല്ലിംഗ് പ്രൈസ് ആയി. വിറ്റു എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ കിട്ടിയ ലാഭം എത്രയാ? 100 മൈനസ് 72.8 എന്ന് പറയുമ്പോൾ എത്രയെന്ന് വരും? 27.2%. അപ്പോൾ മൂന്നാമത്തെ കേസിൽ ഞാൻ കൊടുക്കുന്ന ഡിസ്കൗണ്ട് 27.2% ആണ്. ഇനി ഇതേപോലെ നമുക്ക് അടുത്തതിന് ചെയ്യാം. അടുത്തതിന് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ 100 ആയിരുന്നു ഒരെണ്ണത്തിൻ്റെ വില എന്നുണ്ടെങ്കിൽ 10 ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 90 മാറിയിട്ടുണ്ടാവും. അങ്ങനത്തെ 12 എണ്ണം ഞാൻ മേടിക്കുന്നുണ്ട്, ഡസൻ മേടിക്കുന്നുണ്ട്. ഔട്ട് ഓഫ് താഴത്തെ എത്ര എന്ത് എഴുതണം? നമ്മുടെ ടോട്ടൽ ഫ്രൂട്ടിൻ്റെ എണ്ണം 12 3 15 എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയെന്ന് വരും? 15. ഇത് കറക്റ്റ് ക്യാൻസൽ ആയി പോകും അല്ലേ? 6 12 × 6 72. അപ്പോൾ വില 100 രൂപയായിരുന്നു, പക്ഷെ വിറ്റത് 72 എന്ന് പറയുമ്പം അവിടുത്തെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണ്? 100 മൈനസ് 72 എന്ന് പറയുമ്പം 28%. അപ്പോൾ 4 കേസിലെയും കിട്ടിയ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് 30 25 27.2 28. ഇതിലേതാണ് മറ്റേ ആൾക്ക്, മിറിണ്ട എന്ന് പറയുന്ന ആൾക്ക് നല്ലത് ഏത്? ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് എവിടെ കിട്ടുന്നത്? ഓപ്ഷൻ എയിൽ തന്നെയാണ് അല്ലേ? ഗെറ്റിംഗ് 30% ഡിസ്കൗണ്ട് ആണ് അയാൾക്ക് ലാഭം. അത്രേ ഉള്ളൂ. അടുത്തത് നോക്കാം നമുക്ക്. ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി മെൻ. ഇത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം, നമ്മൾ ഈ ടൈം ആൻഡ് വർക്കിലൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട് അല്ലേ? എന്തെന്നാണ്? പി എണ്ണം ആൾക്കാർ പി മണിക്കൂർ കൊണ്ട് പി ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് എത്രയാ? പി യൂണിറ്റ്. വർക്ക് നമ്മൾ താഴത്തെഴുതും. പി യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതേ വർക്ക്, സെയിം വർക്ക് ആരൊക്കെ കൂടി ചേർന്ന് ചെയ്യണം? N ആൾക്കാർ N മണിക്കൂർ പണിയെടുത്ത് N ദിവസം കൊണ്ട് ചെയ്യുന്ന പണി എത്രയായിരിക്കും എന്നുള്ളത് ചോദിക്കണം. എത്ര യൂണിറ്റ്? അപ്പോൾ എനിക്കറിയില്ല, അത് ഞാൻ X യൂണിറ്റ് ആക്കി എടുത്തു. ഈ എത്ര യൂണിറ്റ് എന്നുള്ളതാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. വർക്ക് നമ്മളെപ്പോഴും താഴത്ത് എഴുതും. അതേസമയം ഈ അവർ, ഡേ എന്നൊക്കെ പറയുന്ന അവരുടെ എഫിഷ്യൻസി എന്നൊക്കെ ഉണ്ടല്ലോ, ആൾക്കാരുടെ എണ്ണം, അതൊക്കെ നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതും.
അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാമല്ലോ നമുക്ക്. എക്സ് ഇസ് ഈക്വൽ ടു ഈ പി ക്യാൻസൽ ചെയ്യുക. ഇവിടെ എന്തെന്ന് വന്നു? എൻ ക്യൂബ്. അടിയിൽ ഇതെന്തെന്ന് വരും? പി സ്ക്വയർ എന്ന് വരും. എൻ ക്യൂബ് ബൈ പി സ്ക്വയർ. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സർട്ടൻ സം വാസ് ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് ഫോർ 2 years അറ്റ് ദ റേറ്റ് ഓഫ് 10%. അതായത് 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്ന ബാങ്കിൽ ഒരു പൈസ 2 വർഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയ എമൗണ്ട് ആണ് 6150 രൂപ. അല്ല, കുറച്ച് എമൗണ്ട് കിട്ടി. അതിൽ നിന്ന് ഞാൻ 6150 രൂപ എന്ത് ചെയ്തു? എടുത്തു മാറ്റി. ബാക്കി അപ്പോൾ അവിടെ ഒരു കുറച്ച് പൈസ എടുക്കണ്ടല്ലോ. ആ പൈസ എന്ത് ചെയ്തു? അത് ഞാൻ 3ാമത്തെ വർഷം ഇതേ പെർസെൻറ്റേജിൽ ഞാൻ എന്ത് ചെയ്തു? പലിശ കിട്ടും. അപ്പോൾ അങ്ങനെ ആയപ്പം എനിക്ക് 3ാമത്തെ വർഷം കിട്ടിയ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ 2 വർഷം കിട്ടിയതിൻ്റെ 8/21 ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ അവിടെ ഇട്ട പൈസ എത്രയാണെന്ന് ചോദിക്കണം. അപ്പോൾ ഇത് ഈ ട്രീ മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ 1 to 1 വെച്ചിട്ട് ചെയ്യില്ലേ, അങ്ങനെ ചെയ്താൽ മതി, നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. അതായത് 2 വർഷത്തിലേക്ക് 10% എന്ന് പറയുമ്പോൾ 1/10 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 വർഷത്തിലേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താവും? 10, 11, അതായത് സ്ക്വയർ ആവും അല്ലേ, 1 to 1 ആവും. അതായത് 100 ആക്കി എടുക്കുവാണെങ്കിൽ ആദ്യം ഒരു 10 കയറും, പിന്നെ ഒരു 10 കയറും, പിന്നെ ആ 10ൽ 1/10 കയറുമ്പോൾ 1. അതായത് 21 യൂണിറ്റ് ആയിരിക്കും എനിക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക? 21 എക്സ് ആയിരിക്കും എനിക്ക് കയറുന്ന പലിശ എന്ന് പറയുന്നത്. ഇപ്പോൾ 100x ഞാൻ ആ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരുന്നുവെങ്കിൽ എനിക്ക് 21 യൂണിറ്റ് പലിശ കയറി ടോട്ടൽ എത്രയായിട്ട് മാറി? 121 എക്സ് ആയിട്ട് മാറി എമൗണ്ട്. അതിൽ നിന്ന് ഞാൻ 6150 രൂപ എടുത്തു മാറ്റി. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്യും? 3ാമത്തെ വർഷം പലിശയ്ക്ക് എടുക്കും. 3ാമത്തെ വർഷം എന്ന് പറയുമ്പോൾ ആകെ ഒരു വർഷമേ പലിശയ്ക്ക് കിടക്കുന്നുള്ളൂ. അതായത് ഇൻറ്റു 1/10. ഇതായിരിക്കും 3ാമത്തെ വർഷം എനിക്ക് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത്. ഇത് എന്തിനോട് തുല്യം എന്ന് പറഞ്ഞേ? 8/21 ടൈംസ് ഓഫ് ആദ്യത്തെ 2 വർഷം കൂടി കിട്ടിയ പലിശ. ആദ്യത്തെ 2 വർഷം കൂടി എത്രയാണ് കിട്ടിയത്? 10, 10, 21, 21 അല്ലേ? 100, 121 ആവുന്നു നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവിടെ കിട്ടിയ പലിശ 21x ആണ്. അപ്പോൾ ഇതും ക്യാൻസൽ ആകുമ്പോൾ 8x എന്ന് വരും. ഇതിൻ്റെ വാല്യൂ 8x എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ചെയ്യാമല്ലോ. 121x മൈനസ് 6150 വിച്ച് ഇസ് ഈക്വൽ ടു ഈ 10 അങ്ങോട്ട് പോകുമ്പോൾ 80x എന്നായി. 80 ഇങ്ങോട്ട് ഇനി നിങ്ങൾ റീഅറേഞ്ച് ചെയ്തിട്ട് ചെയ്താൽ മതി. എത്രയാണെന്ന് വരും? 41xൻ്റെ വാല്യൂ 6150 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 100xൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കണം? 41 ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു തവണ പോവും, 20 205 എന്ന് വരും, 150 പിന്നെ 2 0. 15000 രൂപയായിരിക്കും അയാൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അടുത്ത ദിവസത്തിലേക്ക് പോകാം. നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ. 7700 രൂപയുണ്ട്. ഞാൻ 3 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. 5% പെർ ആനം ആണ് എല്ലാവർക്കും പലിശ കിട്ടുന്നത്. ഒരാൾ 1, 2, 3 വർഷത്തിലേക്കാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ അപ്പോൾ അവർക്ക് കിട്ടുന്ന പൈസ എന്താണ്? തുല്യമാണ്. അല്ലാണെന്നുണ്ടെങ്കിൽ ദ ഷെയർ ഓഫ് അനൂജ് ഇസ് മോർ ദാൻ ദാറ്റ് ഓഫ് ധീരജ്. ധീരജിനേക്കാളും അനൂജിന് എത്ര രൂപ കൂടുതൽ കിട്ടുന്നുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അനൂജുണ്ട്, വിജയ് ഉണ്ട്, ധീരജുണ്ട്. ഇവർക്ക് ഞാൻ എന്ത് ചെയ്തു? എത്ര രൂപയാണെന്നറിയില്ല. അപ്പോൾ അവർക്ക് കിട്ടുന്ന പൈസ AVD തന്നെയാണെന്ന് വിചാരിക്കുമോ? ആദ്യത്തെ ആൾക്ക് A രൂപ, രണ്ടാമത്തെ ആൾക്ക് V രൂപ, മൂന്നാമത്തെ ആൾക്ക് D രൂപ. അയാൾ 5%ലാണ് എല്ലാവർക്കും ഇൻ ചെയ്യുന്നത്. 5% ഇൻറ്റു 5 ഇൻറ്റു 5. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ക്യാൻസലാവും. ഇനി ആദ്യത്തെ ആൾ എന്ത് ചെയ്യുന്നുണ്ട്? 1 വർഷം ഇടുന്നുണ്ട്. രണ്ടാമത്തെ ആൾ 2 വർഷത്തേക്കാണ്. മൂന്നാമത്തെ ആളോ ഇൻറ്റു 3 വർഷത്തിലേക്കാണ്. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന പൈസ തുല്യമാണ് അല്ലേ? ആൻഡ് ഇയേഴ്സ് റെസ്പെക്റ്റീവ്ലി ഇറ്റ് റിമെയിൻസ് ഈക്വൽ. കിട്ടുന്ന പലിശ തുല്യമാണ്. അപ്പോൾ A രൂപയ്ക്ക് 5% പലിശയ്ക്ക് 1 വർഷം കിട്ടുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു V രൂപയ്ക്ക് 5% പലിശയ്ക്ക് 2 വർഷം കിട്ടുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു D രൂപയ്ക്ക് 5% പലിശയ്ക്ക് 3 വർഷം കിട്ടുന്നത്. അപ്പോൾ 5, 5 എല്ലാവരുടെയും ഉണ്ട്. അത് ഞാൻ ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ എനിക്ക് എഴുതാം 1 ഇൻറ്റു A വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു V 2V വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു D 3D. അങ്ങനെയാണെങ്കിൽ A:V:D നമുക്ക് കണ്ടുപിടിച്ചൂടെ? അവരുടെ പൈസ വീതിച്ചു കൊടുത്ത റേഷ്യോ എങ്ങനെയായിരിക്കും? A കണ്ടുപിടിക്കുമ്പോൾ 2, 3 മൾട്ടിപ്ലൈ 6, V കണ്ടുപിടിക്കുമ്പോൾ 1, 3 മൾട്ടിപ്ലൈ 3, D കണ്ടുപിടിക്കുമ്പോൾ 1, 2 മൾട്ടിപ്ലൈ 2. ഈ പൈസയ്ക്കായിരിക്കും അവരെ വീതിച്ചു കൊടുത്തിട്ടുണ്ടാവുക, പൈസ വീതിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയാണെന്ന് തോന്നുന്നു? 6, 3, 9, 2, 11. 11 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 7700 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 700 രൂപയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അനുജിന് ധീരജിനേക്കാൾ എത്ര രൂപ കൂടുതൽ കിട്ടുന്നുണ്ട്? 4 യൂണിറ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 യൂണിറ്റ് എത്രയായിരിക്കും? 4 ഇൻറ്റു 700 2800 രൂപ. ഓപ്ഷൻ D ആയിരിക്കും ആൻസർ. അടുത്ത ദിവസം നോക്കടാ. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഫ്രിജറേറ്ററിൻ്റെ മാർക്കറ്റിൽ അവർ കടയിലിട്ടിരിക്കുന്ന പൈസ 10000 രൂപയാണ്. അതിന് ഞാൻ എന്ത് ചെയ്യാം? എനിക്ക് അപ്പം തന്നെ ആ സാധനം വേണം. അതായത് നമ്മുടെ കയ്യിൽ ചില സമയത്ത് നമുക്ക് കറക്റ്റ് കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറയും 10000 രൂപയുടെ സാധനമാണെങ്കിലും 2000 ഞാൻ ഇപ്പോൾ തരാം, ബാക്കി ഞാൻ എന്ത് ചെയ്യാം? പതുക്കെ മാസങ്ങളായിട്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചു തീർക്കാമെന്ന് പറയും. അപ്പോൾ അതുപോലെ 2000 രൂപ കടയിൽ അപ്പം തന്നെ റെഡി ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ സാധനം കിട്ടും. റെഡി ക്യാഷ് അല്ല, ലൈക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും, സാധനം കിട്ടും എനിക്ക്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? 9 മാസം കൊണ്ട് 1000 രൂപ വെച്ചിട്ട് അടച്ചു തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് ആ പൈസ കറക്റ്റായി. അപ്പോൾ അവർ വെറുതെ തരില്ല, അവിടെ ഒരു പലിശയും കൂടി കൂടിയിട്ടാണ് ആ മാസം അടവ് എന്ന് പറയുന്നത്. അതിനാണെങ്കിൽ എത്ര റേറ്റ് പെർസെൻറ്റേജ് ആണ് അവിടുത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ
ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. 10,000 രൂപയാണ് സാധനത്തിൻ്റെ വില. 2,000 ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? 9 മാസം 1,000 രൂപ വെച്ച് അടയ്ക്കുന്നുണ്ട്. 9 മാസം 1,000 രൂപ വെച്ച് അടയ്ക്കണമെന്ന് പറയുമ്പോൾ 9,000 രൂപ ഞാൻ അവിടെ അടച്ചിട്ടുണ്ട്. അപ്പം മൊത്തം ഞാൻ കടക്കാരന് എത്ര രൂപ കൊടുത്തു? 11,000 രൂപ കൊടുത്തു. സാധനത്തിൻ്റെ വില 10,000 ഉണ്ടായിരുന്നുള്ളൂ. 11,000 ഞാൻ അടയ്ക്കേണ്ടി വന്നു. അതായത് 1,000 രൂപ എന്താണ്? 1,000 രൂപയാണ് എൻ്റെ അവിടുത്തെ പലിശ എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് അടയ്ക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട, കറക്റ്റ് നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് 14 ഇതിനെ ഇൻറ്റു എളുപ്പത്തിൽ ചെയ്തുകൂടെ എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് അല്ലേ. അതായത് ഓരോ മാസവും ഞാൻ കൊണ്ടുവന്നിട്ട് കുറച്ച് പൈസ അടയ്ക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് ഇനി അടച്ചു തീർക്കാനുള്ള പൈസ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ മാസവും ഡിഫറെൻ്റ് ആണ്. അതായത് ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഈ എഴുതിയിട്ട് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ആദ്യം 2,000 ഞാൻ അടച്ചു. അപ്പോൾ ഇനി ഞാൻ എത്ര രൂപയും കൂടി അടയ്ക്കാനുണ്ട്? കടക്കാരന് ഇനി 10,000ത്തിൻ്റെ സാധനത്തിൽ 2,000 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് മന്തിൽ എനിക്ക് 8,000 രൂപയാണ് എൻ്റെ പ്രിൻസിപ്പളായിട്ട് കിടക്കുന്നത്. 8,000 ആണ് ഇനി എനിക്ക് അടച്ചു കൊടുക്കാനുള്ളത്. പക്ഷേ ഞാൻ ഒന്നാമത്തെ മാസത്തിൻ്റെ എൻഡ് ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? കൊണ്ടുവന്നിട്ട് 1,000 രൂപ അയാൾക്ക് അടയ്ക്കും അല്ലേ. 1,000 ഞാൻ എന്ത് ചെയ്തു? അടച്ചു. അപ്പോൾ ഇനി എത്രയേ ഉള്ളൂ? സെക്കൻഡ് മന്ത് തുടങ്ങുമ്പോൾ 8,000-ൽ 1,000 ഞാൻ അടച്ചു തീർത്തു. ഇനി എനിക്ക് 7,000 മാത്രമേ ഉള്ളൂ സെക്കൻഡ് മന്തിൽ. ഇനി 7,000 ഈ രണ്ടാമത്തെ മാസത്തിൻ്റെ എൻഡിൽ ഞാൻ എഗെയിൻ 1,000 രൂപ കൊണ്ടുവന്ന് അടയ്ക്കും. അപ്പോൾ തേർഡ് മന്തിൻ്റെ തുടക്കത്തിൽ എത്രയേ ഉള്ളൂ? ഇനി എനിക്ക് 1,000 കുറഞ്ഞ 6,000 ഉള്ളൂ. മനസ്സിലായോ? പിന്നെ ഞാൻ 1,000 അടയ്ക്കും. അപ്പോൾ ഫോർത്ത് മന്തിൽ എത്ര ഉള്ളൂ? 5,000 ഉള്ളൂ. എഗെയിൻ 1,000 അടയ്ക്കും. അപ്പോൾ അടുത്ത മാസം 4,000 ഉള്ളൂ. പിന്നെ ഞാൻ അതിൻ്റെ മാസത്തിൻ്റെ അവസാനം 1,000 അടയ്ക്കും. അപ്പോൾ ഇനി അടുത്ത മാസം 3,000 ഉള്ളൂ. പിന്നെ 1,000 അടയ്ക്കും. അപ്പോൾ 2,000 ഉള്ളൂ. അങ്ങനെ എഴുതുക. 9 മാസം എത്രയായി? 5, 6, 7, 8. 8-ാം മാസം 1,000 അത് ഞാൻ കൊണ്ടുവന്നിട്ട് അടയ്ക്കും. കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞു. അത് അടച്ചു തീർന്നു. 1,000 വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? അടച്ചു തീർന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ഇൻട്രസ്റ്റ്, അതായത് കണ്ടോ, ഒന്നാമത്തെ മാസത്തിലെ പ്രിൻസിപ്പൽ 8,000, രണ്ടാമത്തെ മാസത്തിൻ്റെ തുടക്കത്തിലുള്ള പ്രിൻസിപ്പൽ 7,000, മൂന്നാമത്തെ മാസത്തിൻ്റെ ഓരോ മാസത്തിൻ്റെയും പ്രിൻസിപ്പൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതണം? എൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷനിൽ ഇതിട്ട് കൊടുക്കുമ്പം 1,000 ആണ് അവിടുത്തെ പലിശ എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ പ്രിൻസിപ്പൾ മാറി കളിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രിൻസിപ്പൾ എന്ത് ചെയ്യുക? ഇവരുടെ എല്ലാവരുടെയും സമ്മായിരിക്കും എൻ്റെ ടോട്ടൽ പ്രിൻസിപ്പളായിട്ട് ഞാൻ കണക്കാക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മ്. അത് 8, 7, 15, 6, 25, 26, 4, 30, 35, 1, 36. 3,600 രൂപയാണ് എൻ്റെ പ്രിൻസിപ്പളായിട്ട് ഞാൻ കണക്കാക്കുക. 3,600 അല്ല, 36,000 രൂപ. അപ്പോൾ 36,000 രൂപയ്ക്ക് ഒരു മാസത്തിലേക്ക് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അപ്പോൾ ഒരു മാസത്തിലേക്ക് 6 റേറ്റ് പെർസെൻറ്റേജിൽ അടയ്ക്കുന്ന പലിശയാണ് എന്ത്? ഈ 1,000 രൂപ. ഈ 1,000 എവിടെ നിന്നാണ് വന്നത്? 11,000 മൈനസ് 10,000 നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയ 1,000. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്ത് കിട്ടും? 2, 2, 0, 0, 12, 3 റേറ്റ് പെർസെൻറ്റേജ് R=100 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 33 1/3% എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത ദിവസത്തിലേക്ക് നമുക്ക് 8ാമത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഫ്രണ്ട്സിനിടയിൽ പൈസ വീതിച്ചു കൊടുത്തതിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട്. മിനിമം നമ്പർ ഓഫ് പെൻസ്. അങ്ങനെ വീതിച്ചു കൊടുക്കാൻ എനിക്ക് മിനിമം എത്ര സാധനം കയ്യിൽ വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ A, B, C, D 1/3, 1/4, 1/5, 1/6. ഇതിന് നമുക്ക് ഹോൾ നമ്പേഴ്സിൻ്റെ റേഷ്യോ ആയിട്ട് എഴുതുവാണെങ്കിൽ LCM എടുക്കുമ്പോൾ എത്രയാണെന്ന് വരും? 30 പോലെ 60 ആയിരിക്കും LCM. അങ്ങനെയാണെങ്കിൽ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 20, ഇവിടെ 15, ഇവിടെയോ 12, ഇവിടെ 10 എന്ന് കിട്ടും. ഇതായിരിക്കും എൻ്റെ ഇവരുടെ റേഷ്യോ. ഇതിനെ എനിക്ക് ഫർദർ ചെറുതാക്കാൻ പറ്റില്ല. സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആയി കഴിഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വിധിച്ചു കൊടുത്തിരിക്കുന്നത്. Aക്ക് 20, Bക്ക് 15 ഇങ്ങനെയായിരിക്കും കൊടുത്തിട്ടുണ്ടാകും. ഇനി എനിക്കിതിനെ ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും കുറവ് എത്ര പേനെങ്കിലും വേണം? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മ്. അതായത് 5 2 7 5. 57 പേന എൻ്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഈ റേഷ്യോയിൽ എനിക്ക് വീതിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ 1/3 പേന ഞാൻ എങ്ങനെ വീതിച്ചു കൊടുക്കും ഒരാൾക്ക്? എനിക്ക് ഹോൾ നമ്പർ ആയിട്ടല്ല, ഒരു പേന മൊത്തമായിട്ടല്ലേ കൊടുക്കുക. പകുതി 3 ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. 4 ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുമോ? 5 ഡിവൈഡ് പറ്റില്ല. അപ്പോൾ അതിനെ നമ്മൾ ഹോൾ നമ്പർ റേഷ്യോ ആക്കി ആദ്യം, എന്നിട്ട് അതിൻ്റെ മിനിമം നമ്പർ കണ്ടുപിടിക്കുക, പ്ലസ് ചെയ്താൽ മതി. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദറിൻ്റെയും സണ്ണിൻ്റെയും ഏജിൻ്റെ റേഷ്യോ 7:2 ആണ്. 5 വർഷത്തിന് ശേഷം ഏജ് ഓഫ് ദ ഫാദർ ആൻഡ് ഹിസ് സൺ വിൽ ബി ഇൻ ദ റേഷ്യോ 9:4 ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലാണ് ഫാദറിൻ്റെ ഏജ് കുട്ടിയുടെ ഏജിനേക്കാൾ 2 ഇരട്ടി ആവുക? അപ്പോൾ ഫാദർ ഈസ് ടു സണ്ണ് ആദ്യം എത്രയായിരുന്നു റേഷ്യോ? 7:2 ആയിരുന്നു. ഇനി 5 വർഷത്തിന് ശേഷം, ഹെൻസ് എന്ന് പറഞ്ഞാൽ +5, 5 വർഷത്തിന് ശേഷം അത് 9:4 ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് നോക്കാം, ഇവരുടെ ഇടയിൽ ഗ്യാപ്പ് തുല്യമാണോ നോക്കാം. 7-ന്ന് 2 കുറച്ച് 5, 9-ന്ന് 4 കുറച്ചാലും 5.
അപ്പോൾ ഡിഫറൻസ് കറക്റ്റ് തന്നെയാണ്. അവരുടെ ഏജിൻ്റെ ഡിഫറൻസ്, അതായത് 10 വർഷമല്ല 20 വർഷമല്ല എത്ര വർഷം കഴിഞ്ഞാലും രണ്ടാൾക്കാർ തമ്മിലുള്ള ഏജിൻ്റെ ഡിഫറൻസ് സെയിം ആയിരിക്കും. നിങ്ങളുടെ സിസ്റ്ററോ ബ്രദറോ തമ്മിലുള്ള വയസ്സിൻ്റെ ഏജ് എപ്പോഴും ഇപ്പം നിങ്ങൾ ജനിച്ച് 4 വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ബ്രദറോ സിസ്റ്ററുടെ ഏജിൻ്റെ നിങ്ങളുടെ ഏത് വർഷം എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങളുടെ ഇടയിലുള്ള ഗ്യാപ്പ് സെയിം തന്നെയായിരിക്കും. അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7, 9, 2, 4, അതായത് 7, 9 എന്ന് പറയുമ്പോൾ 2 യൂണിറ്റ് കൂടി. ആ 2 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 5 വർഷം. 2 യൂണിറ്റ് കൂടി എന്ന് പറയുമ്പം സോറി ഞാൻ കുറച്ച് നേരം വായിച്ചത്, ഇത് 5 year ago ഉള്ള സംഭവമാണ്. ഇത് 5 വർഷം മുമ്പത്തെയാണ്. ഇത് 5 വർഷം മുമ്പത്തെയാണേ, പ്രസൻറ്റിലി അല്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7, 9 എന്ന് പറയുമ്പോൾ 2 യൂണിറ്റ്. ആ 2 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഇത് 5 വർഷം മുമ്പത്തെയാണ്, ഇത് 5 വർഷം ശേഷമുള്ളതും. ഇവിടെ എവിടെയോ ആണ് പെർസെൻറ്റേജ്. അതായത് ടോട്ടൽ എത്രയായി? പെർസെൻറ്റേജിൽ നിന്ന് 5 വർഷം മുമ്പത്തെ 5 വർഷം ശേഷത്തെ ടോട്ടൽ 10 years. 2 യൂണിറ്റ് 10 years ആണെങ്കിൽ 1 യൂണിറ്റ് 5 വർഷം ആയിരിക്കും. 1 യൂണിറ്റ് 5 വർഷമാണെങ്കിൽ ഇവരുടെ ഏതിലേലും ഒന്നിലിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഈ ഫാദറിൻ്റെ ഏജ് എത്രയാണെന്ന് കിട്ടും എനിക്ക്? 5 × 9 45. 45 എന്ന് പറയുന്നത് എന്താ? 5 വർഷത്തിന് ശേഷമുള്ളതാണ്, +5 ആണ്. അപ്പോൾ ഇപ്പോഴുള്ളത് കിട്ടാൻ വേണ്ടി 5 കുറച്ചാൽ മതി, 40 എന്ന് കിട്ടും. സണ്ണിൻ്റെ ഏജ് എത്രയാണെന്ന് കിട്ടും? 5 × 4 20 ആണ്. അതിൽ നിന്ന് 5 കുറച്ചാൽ മതി, ഇപ്പോഴുള്ളത് കിട്ടും 15 എന്ന് കിട്ടും. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഇപ്പോഴുള്ള വയസ്സ് കിട്ടി 40ഉം 15ഉം. ഇനി എത്ര വർഷം കഴിയുമ്പോൾ ഇവരുടെ ഏജ് ഇരട്ടിയാവും? അപ്പോൾ X വർഷം കഴിയുമ്പോഴാണെന്ന് വിചാരിക്കുക, 40നോട് കൂടെ X വർഷം കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സണ്ണിൻ്റെ ഏജ് 15X അല്ല 15 + X × 2. X വർഷം കഴിയുമ്പോൾ ഫാദറിൻ്റെ ഏജ് 40 + X ആയിട്ടുണ്ടാവും. അപ്പോൾ സണ്ണിൻ്റെ ഏജും കൂടുകയാണല്ലോ, 15 + X ആയിട്ടുണ്ടാവും. പക്ഷേ 2 ഇരട്ടിയാവും എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് Xൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ ആണല്ലോ. 30 + 2X എന്ന് വരും. അതായത് Xൻ്റെ വാല്യൂ എത്രയെന്ന് വരും? 40 - 30 10 വർഷം. ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നോക്കിക്കേ. എയും ബിയും സിയും കൂടെ ഒരു ബിസിനസ് ചെയ്യുവാണ്. അപ്പോൾ അതിൽ എ എന്ത് ചെയ്തു? 5 മാസത്തിലേക്ക് പുള്ളിയുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് പ്രോഫിറ്റിൻ്റെ 1/7 വേണമെന്ന് പറഞ്ഞു. ബി 7 മാസം ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1/5 ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 1/5 വേണമെന്ന് പറഞ്ഞു. സി ആണെങ്കിൽ 4600 രൂപ 9 മാസം ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എയുടെ ക്യാപിറ്റൽ എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ ഇൻറ്റു എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്തു, ആ റേഷ്യോയിലായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഒരു 2 ഫ്രാക്ഷൻ ഞാൻ കാണുന്നുണ്ട്, പ്രോഫിറ്റിൻ്റെ 1/7, പ്രോഫിറ്റിൻ്റെ 1/5. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? 1/7 1/5 ഒക്കെ കാണുമ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? LCM ആണ് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് എടുക്കുന്നു. 7ൻ്റെയും 5ൻ്റെയും LCM 35 ആണ് എൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയും ബിയും സിയും, ഇതിൽ സിയുടെ എനിക്കറിയാം 4600 രൂപ 9 മാസത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്ന്. എയുടെയും ബിയുടെയും എനിക്ക് ക്യാപിറ്റൽ അറിയില്ല, സോ ഞാൻ എ എന്ന് തന്നെ എടുക്കുന്നു. ബിയുടെ ക്യാപിറ്റൽ B രൂപ എന്ന് എടുക്കുന്നു. ഇനി എ ഇൻവെസ്റ്റ് ചെയ്തത് 5 മാസമാണ്. ഇനി ബി ഇൻവെസ്റ്റ് ചെയ്തതോ 7 മാസത്തിലേക്കാണ് അല്ലേ? ബി 7 മാസം. അപ്പോൾ ഈ റേഷ്യോയിലായിരിക്കും അവരുടെ പ്രോഫിറ്റ് ഡിവൈഡ് ആവുന്നത്. ആ റേഷ്യോ എനിക്കറിയാം. എങ്ങനെ എടുക്കാം? ടോട്ടൽ പ്രോഫിറ്റ് 35 യൂണിറ്റ് ആണെങ്കിൽ എ അതിൻ്റെ 1/7 ക്ലെയിം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 യൂണിറ്റ് ആയിരിക്കും അതിൻ്റെ പ്രോഫിറ്റ്. ബി ആണെങ്കിലോ, ബി അതിൻ്റെ 1/5 എന്ന് പറയുമ്പോൾ 35ൻ്റെ 1/5 എന്ന് പറയുമ്പം 7 യൂണിറ്റ് ആയിരിക്കും. സി അതിൻ്റെ ബാക്കിയായിരിക്കും അല്ലേ? ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തതിൻ്റെ ബാക്കി പ്രോഫിറ്റ് സിക്കായിരിക്കും കിട്ടുന്നത്. അതായത് 5 7 12, ടോട്ടൽ 35. 35 നിന്ന് 12 പോകുമ്പോൾ 23 യൂണിറ്റ് പ്രോഫിറ്റ് സിക്കായിരിക്കും കിട്ടുന്നത്. അപ്പം നമുക്കറിയാം ഈ റേഷ്യോയിലാണ് ഇതിനെ വിഭജിച്ചിരിക്കുന്നത്. അതായത് ഈ 23 യൂണിറ്റിൻ്റെ ശരിക്കുള്ള വാല്യൂ ആണ് അവിടെ കിടക്കുന്നത്. 23 യൂണിറ്റ് വെച്ച് = 4600 × 9. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 യൂണിറ്റ് എനിക്ക് കണ്ടുപിടിച്ചൂടെ? 1 യൂണിറ്റ് എന്തായിരിക്കും? ഇതേ ഡിവൈഡഡ് ബൈ 23 ആയിരിക്കും. 1 യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 5 യൂണിറ്റ് ആണ് അല്ലേ? അപ്പോൾ 5 യൂണിറ്റ് ഞാൻ കണ്ടുപിടിക്കുന്നു. ഈ 5 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? എയുടെ പ്രോഫിറ്റ്. അതിന് എനിക്ക് 5 എന്ന് എഴുതിക്കൂടെ? രൂപ 5 മാസം ഇൻവെസ്റ്റ് ചെയ്തു, അതിൻ്റെ വിലയാണല്ലോ, അതായത് ഈ യൂണിറ്റിൻ്റെ ശരിക്കുള്ള വിലയിലാണ് കിടക്കുന്നത്. അപ്പോൾ 5 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 തവണ പോവും. എയുടെ വാല്യൂ അഥവാ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻവെസ്റ്റ് ചെയ്ത പൈസ അത് എത്രയെന്ന് കിട്ടും? 2 × 200 × 9 1800 രൂപ എന്ന് കിട്ടും. കണ്ടോ? ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധോണി മാച്ച് കളിക്കുകയാണ്. അപ്പം 48 ഇന്നിങ്സിലെ സ്കോർ, ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 48 ആണ്. 49ാമത്തെ ഇന്നിങ്സിൽ 97 റൺസ് സ്കോർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 50ാമത്തെ ഇന്നിങ്സിൽ എത്ര റൺ എടുത്താലാണ് 50ാമത്തെ ഇന്നിങ്സിന് തൊട്ട് മുമ്പുള്ള ഇന്നിങ്സ്, അതായത് 49 ഇന്നിങ്സ് വരെയുള്ള ആവറേജിൻ്റെ 2 കൂടുതൽ ആവറേജ് കിട്ടുക? അതായത് ഇത്രയേ ഉള്ളൂ. 48 ഇന്നിങ്സിലെ ആവറേജ് 48 ആണ്, 48 റൺസാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്തു? 49ാമത്തെ ഇന്നിങ്സിൽ 97 റൺസ് സ്കോർ ചെയ്തു. അതായത് ആവറേജിനേക്കാളും എത്ര റൺസ് സ്കോർ ചെയ്തു?
97 മൈനസ് 48 എന്ന് പറയുമ്പോൾ 49 റൺസ് സ്കോർ ചെയ്തു. ഇനി ഈ സ്കോർ ചെയ്ത 49 റൺസ് ഞാൻ എന്ത് ചെയ്യണം, എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം അല്ലേ, നമ്മുടെ ആവറേജിൻ്റെ കൺസെപ്റ്റ്, ഡീവിയേഷൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ 49 ഇന്നിങ്സ് ഉണ്ട്. 49 ഇന്നിങ്സിലുള്ള എല്ലാ ഇന്നിങ്സിനും ഓരോരോ ഇന്നിങ്സിന് ഓരോരോ റൺസ് വെച്ചിട്ട് ഞാൻ വീതിച്ചു കൊടുക്കുമ്പോൾ എത്രയാവും, എല്ലാവർക്കും 1 കൂടും അല്ലേ. അതായത് എൻ്റെ ന്യൂ ആവറേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ന്യൂ ആവറേജ് അത് 49 ആയിരിക്കും. എല്ലാവർക്കും 49 റൺസ് ഉണ്ട്, 49 പേർക്കും വീതിച്ച് കൊടുക്കണം. അതിന് തൊട്ട് മുമ്പുള്ളത് 48 വേണം. ഓക്കെ, അപ്പോൾ പുതിയ ആവറേജ് 49 കിട്ടി. ഇനി 50ാമത്തെ ഇന്നിങ്സിൽ എത്ര റൺസ് സ്കോർ ചെയ്താലാണ് ആവറേജ് ഇതിനേക്കാളും 49നേക്കാളും 2 കൂടുക. അപ്പോൾ 50th ഇന്നിങ്സിൽ എത്ര വേണം, 2 കൂടണം അല്ലേ. ടോട്ടൽ ആവറേജ് 2 കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 പേർക്കും ആ 2 കൂടണം. ഈ ആവറേജ് പറഞ്ഞാൽ എന്താ, ലൈക്ക് നമ്മൾ ടോട്ടലായിട്ട് പറയുമ്പം ഓരോരുത്തരും സ്കോർ ചെയ്ത ഇത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓരോ ഇന്നിങ്സിലെയും ഇപ്പോഴത്തെ സ്കോർ 49ആണ്. അപ്പോൾ 50 ഇന്നിങ്സ് കഴിയുമ്പം ഈ 50 പേർക്കും ചേർന്നിട്ട് എത്ര കൂടണം, 2 കൂടണം. അതായത് 50 × 2 ടോട്ടൽ 100 റൺസ് അവിടെ കൂടണം. അപ്പോൾ ഇപ്പോഴുള്ള ആവറേജിനേക്കാളും 100 റൺസ് കൂടുതൽ ഞാൻ 50ാമത്തെ ഇന്നിങ്സിൽ സ്കോർ ചെയ്താലാണ് എനിക്ക് എന്ത് പറ്റുള്ളൂ, എൻ്റെ ആവറേജ് ടോട്ടൽ 2 കൂടുള്ളൂ. 49ൽ നിന്ന് 2 കൂടി 51 ആവുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ ഞാൻ എഴുതി 48 ഇന്നിങ്സിലെ ആവറേജ് 48ആണ്, 49ൽ 97ആണ്. അതായത് 48 ആവറേജിനേക്കാളും 49 റൺസ് കൂടുതലാണ്. അപ്പോൾ കൂടുതൽ വന്ന റൺസ് ഞാൻ എന്ത് ചെയ്യണം, ടോട്ടലായിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. 49 ഇന്നിങ്സിൽ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ പുതിയ ആവറേജ് 49 കിട്ടി. ഇനി 50ാമത്തെ ഇന്നിങ്സിൽ എനിക്ക് 2 റണ്ണ് കൂടുതൽ വേണം. 49നേക്കാളും 2 റണ്ണെന്ന് പറയുമ്പോൾ ആ 2 റണ്ണ് 50 പേർക്കും കൂടണ്ടേ. അപ്പോൾ 50 × 2 100 റൺസ് അവിടെ ഞാൻ എക്സ്ട്രാ സ്കോർ ചെയ്യണം. ഏതിനേക്കാളും എക്സ്ട്രാ സ്കോർ ചെയ്യണം, ഇപ്പോഴുള്ള ആവറേജിനേക്കാളും എക്സ്ട്രാ സ്കോർ ചെയ്യണം. അതായത് 49 + 100 149 സ്കോർ ചെയ്യണം. ഓപ്ഷൻ സി. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 999. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 999 കിലോമീറ്റർ ആണ്. ഒരു ട്രെയിൻ എന്ത് ചെയ്തു, ഒരു എക്സ്പ്രസ് ട്രെയിൻ രാവിലെ 6 മണിക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 6 മണിക്കാണ് സമയം നോക്കി വെച്ചോ. ഏത് സ്പീഡിൽ, 55.5 km/h സ്പീഡിൽ. അതിനിടയ്ക്ക് വഴിയിൽ വെച്ചിട്ട് ട്രെയിൻ എന്ത് ചെയ്തു, 1 മണിക്കൂർ 20 മിനിറ്റ് നിർത്തിയിടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബിയിൽ എത്തുന്ന സമയമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ നിർത്തിയിടാണ്ട് നേരെ പോവുകയാണെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ് ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് 999 ആണ്. ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറയുമ്പോൾ 555 ഡിവൈഡഡ് ബൈ 10 ഞാൻ മുകളിലേക്ക് എഴുതുന്നു. ഇത്രയും മണിക്കൂർ കൊണ്ടായിരിക്കും എത്തുന്നുണ്ടാവുക. 111 വെച്ച് ക്യാൻസൽ ചെയ്താൽ 5 9 5 2 തവണ പോവും. അതായത് 18 മണിക്കൂർ എടുക്കും. ടോട്ടൽ നിർത്താണ്ട് പോകുമ്പോഴുള്ള സമയം അത്. ഇനി ഇവിടെ പറയുന്നുണ്ട് എന്തെന്ന്, 1 മണിക്കൂർ 20 മിനിറ്റ് ഞാൻ നിർത്തുന്നുമുണ്ട് എന്ന് പറഞ്ഞു. അതായത് ടോട്ടൽ എനിക്ക് എത്ര മണിക്കൂർ എടുക്കും, 19 മണിക്കൂറും 20 മിനിറ്റും കഴിയണം. എവിടെയെന്ന് 19 മണിക്കൂർ ഞാൻ കൗണ്ട് ചെയ്ത് തുടങ്ങണം, രാവിലെ 6 മണിയിൽ നിന്ന് ഞാൻ കൗണ്ട് ചെയ്ത് തുടങ്ങണം അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാണ് നമ്മുടെ 6, ഇതാണ് നമ്മുടെ 12. രാവിലെ 6 മണിയിൽ നിന്ന് കറക്റ്റ് കറങ്ങി തിരിഞ്ഞ് വൈകുന്നേരം 6 മണിയാകുമ്പോൾ 12 മണിക്കൂർ കംപ്ലീറ്റ് ആയി. ഇനി അവിടെ നിന്ന് പിന്നെയും 12ലേക്ക് എത്തിയപ്പോൾ, അതായത് വെളുപ്പിന് ഉച്ചയ്ക്ക് നടുരാത്രിയിലേക്ക്, നമ്മൾ മിഡ് നൈറ്റ് എന്ന് പറയില്ലേ, മിഡ് നൈറ്റ് 12 മണി 12 AM ആകുമ്പോൾ 18 hours കംപ്ലീറ്റ് ആവും. 12 6 18 കംപ്ലീറ്റ് ആയി. ഇനി എന്ത് ചെയ്യണം, 1 മണിക്കൂർ 20 മിനിറ്റ്. രാവിലെ 12 മണിയിൽ നിന്ന് എഗെയിൻ 1 മണിക്കൂർ കൂട്ടുമ്പോൾ 1 മണിയായി. 1 മണിയും 1 AM, 1 മണിയും 20 മിനിറ്റും, അതായത് 1:20. രാവിലെ 1:20 ഓപ്ഷൻ എ. അടുത്ത ദിവസം 13ാമത്തത്, ഒരു കാറിൻ്റെ സ്പീഡ് x കിലോമീറ്റർ സഞ്ചരിക്കുന്നതിനുള്ള സ്പീഡ് 5/9 m/s ആണ്. നെക്സ്റ്റ് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ സ്പീഡ് 5 m/s ആയിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എടുത്ത സമയം 7/3/5 ആണ്. x + 3യുടെ വാല്യൂ എന്ത്? ഇത് തന്നിരിക്കുന്നത് കിലോമീറ്ററിലാണ് തന്നിരിക്കുന്നത്. ഇതെല്ലാം കിലോമീറ്ററിലാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x കിലോമീറ്റർ സഞ്ചരിക്കുന്നു, നമുക്ക് ടൈമാണ് തന്നിരിക്കുന്നത്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സമയമാണ് നമ്മുടെ ടൈം. x കിലോമീറ്റർ 5/9 എന്ന് പറയുമ്പോൾ എത്രയെന്ന് വരും, 50/9 എന്ന് വരും. 50/9. ഇത് m/s എനിക്ക് കിലോമീറ്ററിലേക്ക് ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ×18/5 ചെയ്യണം. ×18/5. ഓക്കെ, ഇത് അങ്ങോട്ട് പോകുമ്പോഴുള്ള സമയമാണ്. ഇനി തിരിച്ചു വരുമ്പോൾ സമയം അതേ x കിലോമീറ്റർ സഞ്ചരിക്കും. ഏത് സ്പീഡിൽ, 5 m/s. അതിനെ 18/5ലേക്ക് ഞാൻ മാറ്റി. അതിനെടുത്ത ടോട്ടൽ സമയമാണ് 35 3 38/5 മണിക്കൂർ എന്ന് പറയുന്നത്. x കോമൺ ആക്കി എടുക്കാമല്ലോ. ഇനി ഡിവൈഡ് ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുക. ഇത് 2 പോയി, ഇത് 10 പോയി, അതായത് 1/20 എന്നായി. ഇവിടെ എന്തായി, 5 5 പോയി. x ഡിവൈഡഡ് ബൈ 18 എന്നായി. എക്സിന് ഞാൻ കോമൺ ആക്കി എടുത്തു അല്ലേ. 1 ഡിവൈഡ് ബൈ 18 എന്നായി. ഇതിൻ്റെ വാല്യൂ ആണ് എന്ത്, 38/5. അതായത് x ഇൻറ്റു
20 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 38 ഡിവൈഡഡ് ബൈ താഴത്തെ എന്തെന്ന് വരും 20 ഇൻറ്റു 18 360 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു 38 ഡിവൈഡഡ് ബൈ 5. 38 പോയി, 5 ഇവിടെ 4 തവണ പോയി. അതായത് എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 18 ഇൻറ്റു 4 72 കിലോമീറ്റർ എന്ന് കിട്ടി. ക്വസ്റ്റ്യൻ 72 അല്ല, ക്വസ്റ്റ്യൻ X+3യുടെ വാല്യൂ. നമ്മൾ കിട്ടുന്ന ഒരു ഉത്സാഹത്തിൽ പോയിട്ട് ഓപ്ഷൻ ഡി മാർക്ക് ചെയ്യരുത്. X+3 ആണ് ചോദിച്ചത്. അതായത് 72 + 3 75 ആയിരിക്കും നമ്മുടെ ആൻസർ, 75 കിലോമീറ്റർ. അടുത്തത് 14 സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റനിൽ പറയുന്നത് ഒരു ട്രെയിനിൻ്റെ ലെങ്ത് 200 മീറ്റർ ആണ്. അത് ഓപ്പോസിറ്റിലൂടെ വരുന്ന ഒരു സൈക്കിളുകാരനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം, സൈക്കിളുകാരൻ്റെ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം 10 സെക്കൻഡ് ആണ്. ഇനി എന്ത് ചെയ്യുന്നു? അതേ ട്രെയിൻ എന്ത് ചെയ്യുന്നു? വേറൊരു സൈക്ലിസ്റ്റ് ഓപ്പോസിറ്റിലെ ഡയറക്ഷനിൽ വരുന്നുണ്ട്. അയാളുടെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അയാളെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 200 മീറ്റർ ആണ് ടോട്ടൽ അവിടെ. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ് നമ്മുടെ ടൈം, അതിനെ എടുക്കുന്നത്. ഡിസ്റ്റൻസ് 200 മീറ്റർ ആണ്. സ്പീഡ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് റിലേറ്റീവ് സ്പീഡ് ഓപ്പോസിറ്റ് ആകുമ്പോൾ നമ്മൾ പ്ലസ് ചെയ്യണം. സൈക്കിളുകാരൻ്റെ സ്പീഡ് 5 ആണ്. ട്രെയിനിൻ്റെ സ്പീഡ് എനിക്കറിയില്ല, ഞാൻ എസ് എന്ന് എടുക്കുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു 10 സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. അതായത് 5 + S 20 എന്ന് വരും. അതായത് എസിൻ്റെ വാല്യൂ, ട്രെയിനിൻ്റെ സ്പീഡിൻ്റെ വാല്യൂ എത്ര എന്ന് വരും? 20 - 5 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇതെന്ത് ചെയ്തു? അതേ ട്രെയിൻ എന്ന് പറയുമ്പോൾ അതേ ലെങ്ത്, അതേ ഡിസ്റ്റൻസ്, വേറൊരു സൈക്കിളുകാരൻ്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ട്രെയിനിൻ്റെ സ്പീഡ് എത്രയാ? 10ഉം 15ഉം അല്ല, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അതിലെടുക്കുന്ന സമയമാണ് ചോദിച്ചത്. അതായത് 200 ഡിവൈഡഡ് ബൈ 25 എന്ന് പറയുമ്പോൾ എത്രയെന്ന് വരും? 8 സെക്കൻഡ് എന്ന് വരും. മീറ്റർ പെർ സെക്കൻഡ് അല്ല, 8 സെക്കൻഡ് എന്ന് വരും. ഓപ്ഷൻ എ 8. ഓക്കെ, അടുത്ത് നോക്കാം. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു റിവർ ഉണ്ട്. ആ റിവറിൻ്റെ തീരത്ത് 3 ടൗൺ ഉണ്ട്. പി ഉണ്ട്, ക്യൂ ഉണ്ട്, ആർ ഉണ്ട്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് തുല്യമാണ്. പി ക്യൂവിൻ്റെ നീളവും ക്യു ആറിൻ്റെ നീളവും തുല്യമാണ്. അതായത് ഇത് എക്സ് ആണെങ്കിൽ ഇപ്പുറത്തെയും എക്സ് തന്നെയാണ്. അപ്പോൾ റിവർ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. എനിക്കറിയില്ല ഇതിൽ ഏതാണ് റിവറിൻ്റെ ഡൗൺ സ്ട്രീം അപ് സ്ട്രീം ഒന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒരു അസംഷനിൽ എടുത്തിട്ട് പോവാണ്. ഞാൻ വിചാരിക്കുകയാണ് എന്തെന്ന്, ഇങ്ങോട്ട് പോകുമ്പോഴാണ് ഡൗൺ സ്ട്രീം, ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴാണ് അപ് സ്ട്രീം എന്ന്. ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ടാണ് നദി ഒഴുകണേന്ന് ഞാൻ അങ്ങോട്ട് കരുതുന്നു. അപ്പോൾ ഇത് ഡൗൺ സ്ട്രീം ആയില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, 2 കണ്ടീഷൻ വരുന്നുണ്ട്. ഒന്നാമത്തെ കണ്ടീഷനിൽ ഐ റോ ഫ്രം പി ടു ക്യൂ ആൻഡ് ബാക്ക് ഇൻ 10 hours. ഞാൻ എന്ത് ചെയ്തു? പിന്ന് ക്യൂവിലേക്ക് പോയി, ക്യൂന്ന് തിരിച്ചിലേക്ക് വരാൻ വേണ്ടിയിട്ട് എനിക്ക് എത്ര സമയം എടുത്തു? 10 മണിക്കൂർ എടുത്തു. അപ്പോൾ പിന്ന് ക്യൂവിലേക്ക് പോയി ക്യൂന്ന് പിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്, അത് ടൈം, അതിനോട് ഇക്വേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഇവിടെ ടോട്ടൽ എക്സ് ആണ്. എക്സിനെ ഞാൻ കോമൺ ആക്കി എടുക്കുന്നു. അങ്ങോട്ട് പോകുമ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡിൽ പോകും, ഇങ്ങോട്ട് വരുമ്പോൾ അപ് സ്ട്രീം സ്പീഡിൽ വരും. ഇതിനടുത്ത ടോട്ടൽ സമയമാണ് എത്ര? 10 മണിക്കൂർ. സെക്കൻഡ് കണ്ടീഷനിൽ പറയുന്നത് ഐ റോ ഫ്രം പി ടു ആർ. പി ടു ആർ എന്ന് പറയുമ്പോൾ ടോട്ടൽ 2x ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട്. 2x ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോൾ ഏത് സ്പീഡിലാണ് പോകുന്നത്? പി ടു ആറിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. അതായത് ഡൗൺ സ്ട്രീം സ്പീഡ്. വിച്ച് ഇസ് ഈക്വൽ ടു എത്ര എന്ന് പറയുന്നുണ്ട്? 4 മണിക്കൂർ എന്ന് പറയുന്നുണ്ട്. ഞാനത് ക്യാൻസൽ ചെയ്തിട്ട് 2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2x ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീമിൽ പോകാൻ 4 മണിക്കൂർ എടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സ് ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീമിൽ പോകാൻ എത്ര മണിക്കൂർ എടുക്കും? അതായത് 2x ഡിസ്റ്റൻസ്, ഇരട്ടി ഡിസ്റ്റൻസ്, 2x ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീമിൽ ഒറ്റയടിക്ക് പോകാൻ 4 മണിക്കൂർ എടുത്തു. അതാണെങ്കിൽ എക്സ് ഡിസ്റ്റൻസ് പോകാൻ എത്ര എടുക്കും? അതിൻ്റെ പകുതി 2 മണിക്കൂറേ എടുക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ ഈ കണ്ടീഷനിലേക്ക് തന്നെ തിരിച്ചു പോവാം. ഈ കണ്ടീഷനിൽ ആദ്യം എക്സ് ഡിസ്റ്റൻസ് ഞാൻ ഡൗൺ സ്ട്രീമിലേക്ക് പോയി, അതിനിപ്പോൾ എത്ര മണിക്കൂർ എടുക്കും? 2 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ തിരിച്ചു വരാൻ വേണ്ടി എടുത്ത സമയം എത്രയായിരിക്കും? ടോട്ടൽ 10 മണിക്കൂറാണ്. അങ്ങോട്ട് പോകാൻ 2 മണിക്കൂറാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ 8 മണിക്കൂറേ എടുത്തിട്ടുണ്ടാവുള്ളൂ. അതായത് എൻ്റെ ഡൗൺ സ്ട്രീം അങ്ങോട്ട് പോകാനുള്ള സമയത്തിൻ്റെ റേഷ്യോ എനിക്ക് കിട്ടി. സമയത്തിൻ്റെ റേഷ്യോ അങ്ങോട്ട് പോകാൻ 2 മണിക്കൂർ എടുത്തു, ഡൗൺ സ്ട്രീമിലേക്ക് പോകാൻ. അപ് സ്ട്രീമിലേക്ക് വരാൻ എത്ര മണിക്കൂർ എടുത്തു? 8 മണിക്കൂർ എടുത്തു. 1:4. അപ്പോൾ ടൈമിൻ്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ സ്പീഡിൻ്റെ റേഷ്യോ നമുക്കറിയാം. ഡൗൺ സ്ട്രീം ഈസ് ടു അപ് സ്ട്രീം സ്പീഡിൻ്റെ റേഷ്യോ എത്രയായിരിക്കും? ഇതിൻ്റെ റിവേഴ്സ് ആയിരിക്കും, 4:1. 4:1 ആയിരിക്കും സ്പീഡുകളുടെ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ബോട്ടിൻ്റെയും റിവറിൻ്റെയും B:S ആണ് ചോദിക്കുന്നത്. ഇങ്ങനെ അപ്പോൾ ഡൗൺ സ്ട്രീം നമുക്കറിയാം എന്തെന്ന്, B+S ആണ്. അപ് സ്ട്രീം നമുക്കറിയാം B-S ആണ്. അതിൻ്റെ റേഷ്യോ ആണ് 4:1. അപ്പോൾ എന്ത് ചെയ്യണം? ബോട്ടിൻ്റെ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? 4 കൂടെ കൂട്ടിയിട്ട് /2, 5/2. ലൈക്ക് സ്ട്രീമിൻ്റെ കിട്ടാൻ എന്ത് ചെയ്യണം? 2 കൂടി ഡിഫറൻസ് എടുക്കുക. 4 - 1 3, 3/2. അപ്പോൾ അതിൻ്റെ റേഷ്യോ എടുക്കുക. 5/2 3/2 എന്ന് പറയുമ്പോൾ എന്താ? 5:3. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അടുത്ത സെഷനിൽ നമുക്ക് കാണാം. നെക്സ്റ്റ് ഒരു 15 ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓൾസോ 2026 CGL പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറയുവാണെങ്കിൽ അതിൻ്റെ മോക്കുകൾ ഒത്തിരി നടക്കുന്നുണ്ട്. ഒലിവ് ബോർഡിലാണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഒലിവ് ബോർഡിൽ നടക്കുന്നുണ്ട്. ദെൻ RB സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ലൈക്ക് വരുന്ന ആഴ്ചകളിലൊക്കെ അപ്കമിങ് വീക്സ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് പറയുകയാണെങ്കിൽ നമുക്ക് അതും ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.